ഹായ് നമസ്കാരം ഏവർക്കും ഫാൽക്കൺ എക്സ്പിഎസ്സിയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. നമ്മൾ SCRT സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ SCRT ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി എന്ന രീതിയിൽ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ചെറുത്തുനിൽപ്പും അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ SCRT ടെക്സ്റ്റ് ബുക്കുകൾ ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നിന്ന് വരാവുന്ന മാക്സിമം പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസ് ഫാൽക്കൺ എക്സ്പിഎസ്സിയുടെ ഈ SCRT ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ഈ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആ ഒരു ഏരിയയിൽ നിന്നുള്ള SCRT ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും, പഠനത്തിൽ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കണം. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം, പരീക്ഷയ്ക്ക് തയ്യാറാവണം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളെ പറ്റിയിട്ട് അറിയാലോ. ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ പോവുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾ വരാൻ പോവുകയാണ്. വളരെയധികം സാലറിയും അതുപോലെ തന്നെ വളരെയധികം ഒരു നല്ല പോസ്റ്റാണ് വരാൻ പോകുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് ഉണ്ടായിരിക്കും. ആ പ്രിലിംസും മെയിൻസും വളരെ സിമ്പിളായിട്ട് കടന്നു പോകാൻ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന്, SCRT സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും മിസ്സാവാതെ കാണണം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ക്ലാസ് പഠിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് പോവാം. ചാപ്റ്റർ 1 ആണ്. ഓക്കെ, അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഏതാണ്? അധിനിവേശവും ചെറുത്തുനിൽപ്പും. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നമ്മളൊരു പ്രസ്താവന ചോദ്യം ആദ്യമായിട്ട് അതാണ് ഡിസ്കസ് ചെയ്യുക. ദെൻ അതിന് ശേഷം ആ ടെക്സ്റ്റിൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ചോദ്യം 1: യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച പ്രധാന കാരണങ്ങളിൽ ശരിയായത്. അപ്പോൾ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് ഉണ്ടായ കാരണങ്ങൾ വ്യക്തമാക്കാനാണ് പറയുന്നത്. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ശരി. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലെ വളർച്ച. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലെ വളർച്ച. 2 പറയുന്നത് ദിശ കണ്ടെത്താനുള്ള കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലെ പുരോഗതി. ഓക്കെ, പിന്നെ പറയുന്നു യൂറോപ്പിൽ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരുന്ന കച്ചവട സാധ്യത. 4ാമത് പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. 4 പോയിന്റ് ആണ് പറഞ്ഞത്. നോക്കൂ, എന്താണ്, എങ്ങനെയായിരിക്കും ഒരു സമുദ്രപാത കണ്ടെത്താനുണ്ടാക്കിയ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലെ വളർച്ച. സ്വാഭാവികമാണ്, നമ്മൾ ജോഗ്രഫിക്കലായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു പരിജ്ഞാനം വളർന്നു. അപ്പൊ അത് ശരിയാണ്. ദിശ കണ്ടെത്താനുള്ള കോമ്പസ്, അതുപോലെ ഭൂപട നിർമ്മാണം എന്നിവയിലെ പുരോഗതി. അല്ലെ, ദിശ കണ്ടെത്താനുള്ള ഭൂപട നിർമ്മാണം അതുപോലെ തന്നെ കോമ്പസ് നിർമ്മാണം ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് എങ്ങനെയാണെങ്കിലും യാത്ര വളരെ സുഗമമാവും. അപ്പൊ ആ പോയിന്റും ശരിയാണ്. അപ്പൊ യൂറോപ്യന്മാരെ എന്ത് ചെയ്തു? ഭൂമിശാസ്ത്രപരമായിട്ട് അവര് പരിജ്ഞാന വളർച്ച അവർക്ക് കൈവരിക്കാൻ സാധിച്ചു. ദിശ കണ്ടെത്താനുള്ള കോമ്പസും ഭൂപട നിർമ്മാണമൊക്കെ അവരെ പുതിയൊരു പാത കണ്ടെത്തുന്നതിന് നയിച്ചു. അത് ശരിയാണ്. യൂറോപ്പിൽ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക്, കുരുമുളക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ നാട്ടിൽ ഒരുപാട് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഉൽപ്പന്നങ്ങൾ കിട്ടാൻ വേണ്ടി വീണ്ടും അവരെന്ത് ചെയ്യും? ഈ പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ശരിയാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്, അത് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതാണ്. കരമാർഗം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് എത്താൻ യൂറോപ്യന്മാർക്ക് തടസ്സം സൃഷ്ടിച്ചത്
അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പുതിയൊരു മാർഗത്തിലേക്ക് അവർക്ക് മൈൻഡ് സെറ്റായി. അങ്ങനെ ഈ പറയുന്ന 4 പോയിന്റും എന്താണ്? ശരിയാണ്. 1 2 3 ശരി അല്ല, 1 2 3 4 ശരി അല്ല, 1 2 3 4 ശരി അല്ല, എന്താണ്? എല്ലാം ശരി. എന്താണ് ഉത്തരം? എല്ലാം ശരി എന്നാണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പൊ ഈ പോയിന്റ് ഇവിടെ തന്നെ പഠിക്കണം. ഇത് SCRT-യിലെ ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്. എന്തൊക്കെ? ഭൂമിശാസ്ത്രപരമായ പരിജ്ഞാനത്തിലെ വളർച്ചയുണ്ടായി അവർക്ക്, കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിൽ പുരോഗതി ഉണ്ടായി അവർക്ക്, അതുപോലെ തന്നെ യൂറോപ്പിലെ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അത്രയധികം ഡിമാൻഡ് വന്നു. സോ അതുപോലെ തന്നെ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. നോക്കാം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ. കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരമാർഗ വ്യാപാര ബന്ധം. എന്താണ്? കരമാർഗത്തിലുള്ള വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. അപ്പൊ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സെന്റർ ആണ് ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ 1453 തുർക്കികൾ എന്ത് ചെയ്തു? തുർക്കി വിഭാഗത്തിൽ തുർക്കി എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു മാർഗ തടസ്സം ആവുകയും ചെയ്തു, അല്ലെങ്കിൽ തടസ്സപ്പെട്ടു. ആ യാത്ര തടസ്സപ്പെട്ടതിന്റെ ഫലമായിട്ട് യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലേക്കുള്ള മറ്റൊരു പാത കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? സമുദ്രപാത കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ സമുദ്രപാതയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പരിജ്ഞാനം, അതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ടുള്ള പരിജ്ഞാനം, അതുപോലെ തന്നെ കോമ്പസ്, അതൊക്കെ അവരുടെ സഹായകമായി. എങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതാണ്. അപ്പൊ അത് SCRT-യിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഒരു കട്ടിങ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ സമുദ്രപാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റ് കൂടി നമുക്ക് നോക്കാം. അല്ലെ, ഇതാണ് ആ പിക്ചർ ഇതാണ് ആ പിക്ചർ വരുന്നത്. ഇവിടെയാണ് പോർച്ചുഗൽ പോലെയുള്ള സ്ഥലങ്ങള്, ലിസ്ബൺ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് കടൽ മാർഗം ഇവിടെ എത്തുന്നു, ഇവിടേക്ക്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്. യൂറോപ്പ് ഇതാണ്, ഏഷ്യ ഇതാണ്. ഇങ്ങനെ ഒരു മാർഗം ഉണ്ടായിരുന്നു. ആ മാർഗമാണ് എന്ത് ചെയ്തത്? ആ മാർഗമാണ് ബ്ലോക്ക് ചെയ്തത്. ദെൻ അവരിങ്ങനെ വന്നിട്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് തയ്യാറായി. നോക്കൂ, യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതിയും ഇതിന് കാരണമായിട്ടുണ്ട്. അതായത് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് വേണം? നല്ലൊരു യാത്രാ സൗകര്യം. അതായത് കപ്പൽ നിർമ്മിക്കുന്നതിൽ വളരെയധികം പുരോഗതി കൈവരിച്ചു ആ സമയത്ത് യൂറോപ്യന്മാര്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അവര് കപ്പൽ മാർഗം മീൻസ് കടൽ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം. അതുപോലെ തന്നെ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ നൽകിയ അറിവ്. അറിയാലോ, യൂറോപ്പിലെ ഒരുപാട് സഞ്ചാരികൾ കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ഏഷ്യയെ പറ്റിയിട്ടൊക്കെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജിജ്ഞാസ, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ജിജ്ഞാസ കൂടി എന്തുണ്ട്? യൂറോപ്യന്മാരുടെ ഈ കടൽ മാർഗം കണ്ടെത്തുന്നതിന്റെ പിന്നിൽ ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ്. പ്രധാനമായിട്ട് യൂറോപ്പിലെ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡാണ്. അതുപോലെ തന്നെ അവര് ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവർക്കുള്ള വളർച്ച കൈവന്നു. കോമ്പസ് പോലെ ഭൂപട നിർമ്മാണം പോലെയുള്ള മേഖലകളിൽ അവർ കൈവരിച്ച പുരോഗതി. സോ ഇതുപോലെ തന്നെ യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിൽ അവർക്ക് വന്ന പുരോഗതി എല്ലാം എന്തിനെ ബാധിച്ചു? പുതിയൊരു മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്നെ സഹായിച്ചു എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തുകൊണ്ട് അവർ വന്നു എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വാസ്കോഡ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭമാണ് പോർച്ചുഗീസുകാരെ വീണ്ടും ഇന്ത്യയിലേക്ക് കച്ചവട യാത്രകൾ നടത്താൻ പ്രേരിപ്പിച്ചത്. ശരിയാവാൻ സാധ്യതയുണ്ടോ? തെറ്റാവാൻ സാധ്യതയുണ്ടോ? ശരിയാണ്. ആദ്യത്തെ വരവിൽ വാസ്കോഡ ഗാമ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ലാഭമാണ് തുടരെ പോർച്ചുഗീസുകാരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകാൻ സമ്മതിച്ചിരുന്നു. സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ഈ 2 പോയിന്റ് നോക്കി ഇതിൽ ഒന്നേ ശരിയാവാൻ സാധ്യതയുള്ളൂ. അല്ലെ, നോക്കൂ, സമ്മതിച്ചാൽ പിന്നെ എന്ത് വേണ്ട? സംഘർഷങ്ങൾ വേണ്ട. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ശരി.
ആദ്യത്തെ വരവിൽ നമുക്കറിയാം, ആദ്യത്തെ വരവിൽ സാമൂതിരിയുമായിട്ടുള്ള ബന്ധം വളരെ മോശപ്പെട്ട ബന്ധമാണ് പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ പോയിന്റ് ശരിയാവും. കാരണം എന്താ, സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ നിരന്തരമായിട്ട് എന്ത് നിലനിന്നിരുന്നു? സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പൊ കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല. ശരിയാണ്. കാരണം കുഞ്ഞാലി മരക്കാർമാരാണ് സാമൂതിരിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോർച്ചുഗീസുകാരനെ കേരളത്തിൽ തുരത്തുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധിച്ചു നിന്നിട്ടുള്ളത് കുഞ്ഞാലി മരക്കാർമാരാണ്. അവരുണ്ടാക്കിയ ബുദ്ധിമുട്ട് പോർച്ചുഗീസുകാർക്ക് ചെറുതൊന്നുമല്ല. അപ്പൊ അതിനുശേഷം പ്രത്യേകിച്ച് വലിയൊരു ഭീഷണി പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിട്ടില്ല. പിന്നീട് വന്ന ഭീഷണി ആരാണ്? ഡച്ചുകാരും ബ്രിട്ടീഷുകാരാണ്. അങ്ങനെയാണ് പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ ഒതുങ്ങി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരാൻ സാധ്യത രണ്ട് തെറ്റാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് വരും? രണ്ട് തെറ്റാണെങ്കിൽ ഇത് വരില്ല. രണ്ട് തെറ്റാണെങ്കിൽ ഇത് വരില്ല. എന്താണ് ഉത്തരം? 1, 3, 4 ശരി. ഏതൊക്കെയാണ്? 1, 3, 4 ശരി. ഒന്നും കൂടി നോക്കാം നമുക്ക്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയാണോ തെറ്റാണോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ശരിയാണോ തെറ്റാണോ വെറുതെ പരിശോധിക്കാനാണ്. വാസ്കോഡഗാമ ഉണ്ടാക്കിയ ലാഭമാണ് ഇവരെന്നെ വീണ്ടും ഇങ്ങോട്ട് എത്തിച്ചത്. ശരി. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മതിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിന് എന്തില്ല? പ്രാധാന്യമില്ല. സമ്മതിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിന് പ്രാധാന്യമില്ല. എന്താണ്? സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് ചെയ്തത്. എന്താണ്? സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് ചെയ്തത്. കുഞ്ഞാലി മരക്കാർമാരാണ് പ്രധാനമായിട്ട് അവർക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം. അപ്പൊ 1, 2, 3, 4 ശരിയല്ല. 1, 3, 4 ശരി. നോക്കാം പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരുമായിട്ട് അവരിൽ നിന്നായിരുന്നു. ആരാണ്? നാവിക തലവന്മാരാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കേസുകളാണ് കുഞ്ഞാലി മരക്കാർമാർ ആരൊക്കെയാണ്. പക്ഷെ പുതിയ പരീക്ഷകൾ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഭാഗം വായിക്കാത്തവരാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് സാമൂതിരി കുടുംബവുമായി ബന്ധപ്പെട്ട്, സാമൂതിരിയുടെ പട്ടാളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട നാവിക തലവന്മാര് അല്ലെങ്കിൽ നാവിക വിഭാഗത്തിനെയാണ് എന്ത് പറയുക? കുഞ്ഞാലി മരക്കാർമാരെന്ന് പറയുക. ഇനി വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. എന്താണ്? ഒന്ന് 1498. 1498 മെയ് 20 ഗാമ ഇന്ത്യയിലെത്തി. അല്ലെ, ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20 ഗാമ ഇന്ത്യയിലെത്തുന്നത്. പ്രധാനമായിട്ടും അവിടെ കേരളം എന്ന് പറയണം. അല്ലെ, കേരളത്തിലാണ് എത്തിയത്. കേരളം, ചേമഞ്ചേരി പഞ്ചായത്ത്, കോഴിക്കോട്, കാപ്പാട് ബീച്ച്, ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോഴിക്കോട് ബീച്ച്, ചേമഞ്ചേരി പഞ്ചായത്ത്, കാപ്പാട് ബീച്ചിലാണ്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിലാണ് ആര് വന്നിറങ്ങുന്നത്? വാസ്കോഡഗാമ വന്നിറങ്ങുന്നത്. വാസ്കോഡഗാമ 1497 എന്തുണ്ടാവുന്നത്? ലിസ്ബണിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. 98 ഇവിടെ എത്തുന്നു. ഓക്കെ, 498 തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. 499 എവിടെ എത്തുന്നു? ലിസ്ബണിൽ തിരിച്ചെത്തുന്നു. അത്രയും കാര്യങ്ങളായി. 97 പോകുന്നു, 98 എത്തി, 98 തന്നെ തിരിച്ചു പോകുന്നു, 99 എത്തുന്നു. പിന്നീട് ഗാമ എത്തുന്നത് 1502 സോറി 1502 1502. ഓക്കെ, രണ്ടാമത് ഇന്ത്യയിലെത്തി. അപ്പൊ ഒന്നാമത് വന്നു, രണ്ടാമത് വന്നു. 1524 എന്തുണ്ടായി? മൂന്നാമത് എത്തി. 1524 മൂന്നാമത് എത്തി. ഓക്കെ, 498, 502, 524. 24 തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം മരണപ്പെടുന്നത് 524 തന്നെയാണ്. ഡിസംബർ 24 എന്നാണ്? ഡിസംബർ 24. അപ്പൊ എന്തുണ്ടായി? 497 പുറപ്പെട്ടു, 98 തിരിച്ചു പുറപ്പെട്ടു, ലിസ്ബണിൽ 99 502 വന്നു, 524 വന്നു, 524 തന്നെ മരിച്ചു. 539 ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇനി മൂന്നാമത് വന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, മൂന്നാമത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വെറും ഒരു സഞ്ചാരിയായിട്ടല്ല അല്ലെങ്കിൽ ഒരു നാവികനായിട്ടല്ല വന്നത്. പക്ഷെ എന്തായിട്ടാണ് വന്നത്? ഒരു വൈസ്രോയി എന്ന പദവിയോട് കൂടിയിട്ടാണ് അദ്ദേഹം മൂന്നാമത് എത്തുന്നത്. അപ്പൊ ഒരിക്കലും
ആദ്യത്തെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ അത് വാസ്കോഡഗാമയല്ല, ആദ്യമായി എത്തിയ യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, വാസ്കോഡഗാമയെ പറയാൻ പറ്റുള്ളൂ. 1524 മൂന്നാമത് എത്തുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ആരാകുന്നത്, വൈസ്രോയി ആകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് നാവിക തലവന്മാരാണ് എന്ന് പറഞ്ഞു അല്ലെ, നാവിക തലവന്മാരാണ്. സാമൂതിരിയുടെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സാമൂതിരിയുടെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് എന്താണ്, മങ്ങാട്ടച്ചന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വാസ്കോഡഗാമയാണ് ഏറ്റവും കൂടുതൽ മത്സര പരീക്ഷകളിൽ പോർച്ചുഗീസിന്റെ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കൃത്യമായിട്ടൊന്ന് നോക്കിയിരിക്കാം. അടുത്തത്, ഗാമ വന്നത് കൂടാതെ 2 കപ്പലും കൂടി ഗാമയെ അനുഗമിച്ചാർന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഗാമ വന്നത് കൂടാതെ എന്ത് സംഭവിച്ചു, ഗാമയ്ക്കൊപ്പം എത്തിയ നാവികനാണ് അൽവാരോ വെൻഹോവ്. ആരാണ്, വെൻഹോവും അദ്ദേഹത്തിനോടൊപ്പം എത്തിയതാണ്. ഗാമയുടെ പിൻഗാമിയായി എത്തിയ നാവികൻ അറിയപ്പെടുന്നതാണ് എന്ത്, പെഡ്രോ അൽവാരസ് കബ്രാൾ. രണ്ടുപേരും തെറ്റരുത്. ആദ്യത്തെ ആൾ എന്താണ് പ്രത്യേകത, ആദ്യത്തെ ആള് എന്ന് പറഞ്ഞ ഗാമയ്ക്കൊപ്പം എത്തിയ നാവികനാണ് ആര്, അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ്. പക്ഷെ ഗാമയുടെ പിൻഗാമിയായിട്ട്, ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യനാണ്, കടൽ മാർഗ്ഗം എത്തിയ ആളാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കബ്രാളിനെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടാളും അല്ല, ആരാണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അല്ലെ, അൽമേഡ. അപ്പൊ എന്തുണ്ടായി, ഗാമ വന്നു, ഗാമയെ അനുഗമിക്കുക, ഗാമയെ അനുഗമിച്ച വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒപ്പം എത്തിയ ആളാണ് ആര്, അൽവാരോ വെൻഹോവ്. വെൻഹോവ് തെറ്റരുത്. ഗാമയ്ക്ക് പിന്തുടർച്ചയായിട്ട് വന്ന അല്ലെങ്കിൽ പിന്നിൽ വന്ന ആൾ, മീൻസ് തൊട്ട് പിന്നിലല്ല ഉദ്ദേശിക്കുന്നത്, ഗാമയുടെ പിൻഗാമിയായി എത്തിയ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബ്രാളാണ്. ഓക്കെ, എന്നാൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞാൽ അത് ആരാണ്, പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ആരാണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ, അപ്പൊ അൽമേഡയാണ് ഇവിടെ നീലജലനയം, എന്താണ്, നീലജലനയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന ജലനയം. എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാവികപ്പടയെ ശക്തിപ്പെടുത്തുക, അതുവഴി സമുദ്രത്തിന്റെ ആധിപത്യം പിടിക്കുക, കച്ചവടം സുഗമമാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ഏത്, ഈ പറയുന്ന നീലജലനയം. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും അത് തന്നെയാണ്. അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, നീലജലനയം. അപ്പൊ നീലജലനയം ഏത് പോർച്ചുഗീസുകാരനുമായി അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽമേഡയാണ്. അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആദ്യത്തെ വൈസ്രോയിയാണ്. കബ്രാള് പിൻഗാമിയായിട്ട് എത്തിയ ആളാണ്. വെൻഹോവ് ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഓക്കെ, 1505 സെന്റ് ആഞ്ചലോസ് കോട്ട. ഏതാണ്, സെന്റ് ആഞ്ചലോസ് കോട്ട ആരുമായി ബന്ധപ്പെട്ടതാണ്, ഈ പറയുന്ന അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂർ ജില്ലയിലെ സെന്റ് ആഞ്ചലോസ് കോട്ട ആരുമായി ബന്ധപ്പെട്ടതാണ്, അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ചോദിക്കാറുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു 7ാം ക്ലാസ് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ, സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ച വിദേശികൾ ആര്, പോർച്ചുഗീസുകാരാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, കണ്ണൂരാണ്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഓക്കെ, രണ്ടാമത്തെ വൈസ്രോയി ആണ് ആര്, അൽബുക്കർക്ക്. ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽമേഡയാണ്, രണ്ടാമത്തെ വൈസ്രോയി ആണ് അൽബുക്കർക്ക്. അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. എന്താണ്, ഒന്ന് നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ വ്യക്തിയാണ്. മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തിയാണ് അല്ലെ, മിശ്ര കോളനി വ്യവസ്ഥ അല്ലെ. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മിശ്ര കോളനി വ്യവസ്ഥ പോർച്ചുഗീസുകാരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യക്കാരായ വ്യക്തികളെ തന്നെ വിവാഹം കഴിച്ചിട്ട് ഒരു വിഭാഗത്തിന് അങ്ങനെ അവർക്ക് കൂടുതൽ ആധിപത്യമാവുമല്ലോ, ഒരു എന്താ പറയാ, നമ്മള് അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ഒരു മിക്സഡ് കൾച്ചർ ആവില്ലേ ഇന്ത്യ പോർച്ചുഗീസ്. അപ്പൊ കുറച്ചും കൂടി അവർക്ക് ഇവിടെ എന്ത് കിട്ടും, സ്ഥാനം കിട്ടും എന്ന രീതിയിൽ ആ ഒരു മിശ്ര കോളനി വ്യവസ്ഥ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, അൽബുക്കർക്കാണ്. നീലജലനയം ആരുമായി ബന്ധപ്പെട്ടതാണ്, അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. അൽബുക്കർക്കാണ് മിശ്ര കോളനി വ്യവസ്ഥ, അൽമേഡയാണ് എന്ത്, നീലജലനയം. സെന്റ് ആഞ്ചലോസ് കോട്ട അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിക്കുന്നത്. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഈ SCRT ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം നമുക്ക് വായിക്കാം.
1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ്, നമ്മൾ പറഞ്ഞതാണല്ലേ, കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അപ്പൊ അതും നമുക്കൊരു പോയിന്റ് ആയിട്ട് പഠിക്കാം. യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നത് ആരുടെ വരവോട് കൂടിയാണ്? അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. ആരാണ്? സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അതൊന്ന് നോക്കണേ. ആരായിരുന്നു? അറബികളാണ് പ്രധാനമായിട്ടും ഈ യൂറോപ്യന്മാർ എത്തുന്നത് വരെ ഇവിടെ ഈ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളാണ്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി സമ്മതിച്ചില്ല. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു പോയിന്റ്. സാമൂതിരി ആദ്യം ഇവരുടെ സമ്മതം കൊടുത്തില്ല എന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുള്ളൂ. അതാണ് ഇവിടെ കണ്ടത്. എന്ത്? അവരെ പുറത്താക്കി, അറബികളെ പുറത്താക്കിയിട്ട് പോർച്ചുഗീസുകാർക്ക് ഈ കച്ചവട നിയന്ത്രണം കൊടുക്കണം എന്നുള്ള ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പൊ ആദ്യത്തെ ടേം തന്നെ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധം സുഖകരമായിരുന്നില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തി. കണ്ണൂരിലെ രാജവംശമാണ് ഇത് കോലത്തിരി എന്ന് പറയുന്നത് അല്ലെ, കോലത്തിരി. കോലത്തിരി രാജാവിൽ നിന്ന് എന്തുണ്ടാവുന്നു? കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്ര ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പോയിന്റ് നമ്മൾ പഠിച്ചത്. ആ കൊണ്ടുവന്ന ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കണ്ടിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ മെല്ലെ മെല്ലെ പിന്നാലെ എങ്ങോട്ട് വരാൻ കാരണമായത്, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വരാൻ, പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് വരാൻ കാരണമായത്. അപ്പൊ ഇവിടെ നോക്കേണ്ട പോയിന്റുകൾ: ഒന്ന് 1498 ഗാമ എത്തുന്നു കാപ്പാട്, കോഴിക്കോട്. ദെൻ അതുകൂടാതെ അക്കാലത്ത് പ്രധാനമായിട്ടും വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? അറബികളും സാമൂതിരി മീൻസ് കോഴിക്കോട് രാജവംശവും തമ്മിലായിരുന്നു. അറബികളെ പുറത്താക്കണമെന്നായിരുന്നു ആരുടെ ആവശ്യം? പോർച്ചുഗീസുകാരുടെ ആവശ്യം. പക്ഷെ സാമൂതിരി അതിന് സമ്മതിച്ചില്ല. സാമൂതിരി സമ്മതിക്കാത്തോട് കൂടിയിട്ട് ഇവർ കോഴിക്കോട് നേരെ കണ്ണൂരിലേക്ക് പോയി. കണ്ണൂരിൽ ഭരിച്ചിരുന്നത് കോലത്തിരി രാജാവായിരുന്നു. പക്ഷെ കോലത്തിരി രാജാവ് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് സാമൂതിരി സമ്മതിക്കാത്തത് കൊണ്ട് അവരത് സമ്മതിക്കുകയും ഗാമയെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യുകയും വേണ്ട സാധനങ്ങൾ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാൻ കാരണമായത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താണ് കുഞ്ഞാലി മരക്കാർമാർ? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെ പശ്ചിമ തീരങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നു? കുഞ്ഞാലി. പശ്ചിമ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരത്തെ സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചത്. 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. ഓക്കെ, ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-ാമനാണ്. ഏതാണ് കോട്ട? ചാലിയങ്കോട്ട. ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി 3-ാമനാണ്. ചാലിയങ്കോട്ട കുഞ്ഞാലി 3-ാമനാണ് പിടിച്ചെടുത്തത്. ഇനി കുഞ്ഞാലി 4-ാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ചാണ് വധിച്ചത്. കുഞ്ഞാലിമാരുടെ പതനത്തോടു കൂടി സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? കുഞ്ഞാലി മരക്കാർമാരുടെ മരണത്തിന് ശേഷം വേണ്ടപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു ഇവർക്ക് പിന്നെ ഉണ്ടായിട്ടില്ല, ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കുഞ്ഞാലിമാരുടെ പതനത്തോട് കൂടിയിട്ട് സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുഞ്ഞാലി മരക്കാർമാർ പ്രധാനമായിട്ടും 4 പേരാണ് ഉണ്ടായിരുന്നത്. 3-ാമനാണ് ചാലിയങ്കോട്ട തിരിച്ചു പിടിച്ചത്. ഗാമയുടെ കപ്പലുകളുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേല്, ബെറിയോ എന്നിങ്ങനെ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും എവിടെ എത്തിച്ചേർന്നത്? ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അത് സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ എന്ന് പറയുന്ന 3 കപ്പലുകളിലായിട്ടാണ് ആരെത്തിച്ചേർന്നത്? ഗാമയും സംഘവും എത്തിച്ചേർന്നത്. അപ്പൊ ഗാവയുടെ കപ്പലാണ് ഇത് ഗബ്രിയേൽ എന്ന് പറയുന്നത്. സാവോ റാഫേൽ ഉണ്ടായിരുന്നു, ബെറിയോ എന്നീ പറഞ്ഞ 2 കപ്പല് സെപ്പറേറ്റ് ഉണ്ട്. അതാണ് 3 കപ്പൽ വ്യൂഹം എന്നാണ് നമ്മൾ പറയാ. കപ്പലുകൾ വരുമ്പോൾ അതിനെ കപ്പൽ വ്യൂഹം എന്നാണ് പറയുക. അങ്ങനെ ഒരു കപ്പൽ വ്യൂഹമാണ് പോർച്ചുഗലിൽ നിന്ന് 1498 കാപ്പാട് ബീച്ചിൽ എത്തിയത്. അതിൽ ഗാമയാണ് ആദ്യം വന്നിറങ്ങിയത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാല് കുത്തിയ പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ യൂറോപ്യൻ എന്നുള്ള പേര് ആർക്ക് സ്വന്തമായി? വാസ്കോ ഡ ഗാമയ്ക്ക് സ്വന്തമായി. അപ്പൊ ഈ ഒരു ഭാഗം SCERT പുസ്തകത്തിൽ വായിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ,
താഴെ പറയുന്നതിൽ പോർച്ചുഗീസ് സംഭാവനകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. സംഗതി യൂറോപ്യന്മാർ ഇവിടെ വന്നിട്ട് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. എന്താന്ന് നോക്കാം നമുക്ക്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു, ശരിയാണ്. പോർച്ചുഗീസുകാരാണ് ഇവിടെ ഗോവയിലും കൊച്ചിയിലും ഒക്കെ അച്ചടിശാലകൾ നിർമ്മിക്കുന്നത്. അപ്പൊ അച്ചടി വിദ്യ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ദെൻ ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. മാർഗംകളിയെ പറ്റി നമുക്ക് അറിയില്ല എങ്കിലും ചവിട്ടുനാടകം കൊടുത്തത് പോർച്ചുഗീസുകാരാണ് നമുക്കറിയാം. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്. 2 ശരിയാണ്. എന്താണ്? 2 ശരിയാണ്, 1 ശരിയാണ്. 1 ശരിയാണെങ്കിൽ ഈ ഓപ്ഷൻ വെട്ടിപ്പോയി. ഓക്കെ, ചവിട്ടുനാടകം 2 കോമൺ ആണ്, 2 എല്ലാത്തിലും ഉണ്ട്. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ശരിയാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊച്ചിയിലെ ആദ്യത്തെ സ്കൂളൊക്കെ പണിയുന്നത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പൊ ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു, ശരിയാണ്. 3 ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? 3 ശരിയാണെങ്കിൽ ഈ ഓപ്ഷൻ ക്യാൻസൽ ആയിട്ട് പോവും. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചു. അത് ശരി തന്നെയാണ്. 1 2 3 4 ശരി. 1 2 3 4 ശരി, എല്ലാം ശരിയാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നമ്മൾ പഠിക്കണം. എന്താണ്? താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ട് സ്കൂൾ കൊണ്ടുവന്നു. ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് ഡച്ചുകാരല്ല, ഇംഗ്ലീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ്. മതപഠന കേന്ദ്രങ്ങൾ, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ കൊണ്ടുവന്നു, ശരിയാണ്. മാർഗംകളിയും ചവിട്ടുനാടകം പോലെയുള്ള കലാരൂപങ്ങൾ കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. എന്താണ്? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളും ശരിയാണ്, എല്ലാ പോയിന്റും ശരിയാണ്. അപ്പൊ നമ്മുടെ SCRT-യുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ അവരുടെ സംഭാവനകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കൂടാതെ അവരുടെ സംഭാവനകൾ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? എന്നാ പഠിച്ചോളൂ. 1 പപ്പായ, പേരയ്ക്ക, പൈനാപ്പിള്. വെച്ചിട്ടുള്ള 3 പപ്പായ, പേരയ്ക്ക, പൈനാപ്പിള്. പപ്പായ, പേരയ്ക്ക, പൈനാപ്പിള്. കശുമാവ്, മരച്ചീനി, റബ്ബർ. റബ്ബർ നമ്മളെ കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. പുകയില, വറ്റൽമുളക്. ഇത്രയും കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട്? പപ്പായ, പേരയ്ക്ക, കശുമാവ്, മരച്ചീനി, റബ്ബർ. അതുപോലെ തന്നെ പുകയില. പുകയില്ല എന്ന് എഴുതിക്കണല്ലേ? അയ്യോ, കാര്യം അത് മാച്ച് കളയാം. ഓക്കെ, പുകയില, വറ്റൽ മുളക് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പണി കഴിച്ചത് പോർച്ചുഗീസുകാരാണ്. അതിന്റെ പേര് മാനുവൽ കോട്ട എന്നാണ്. എന്താണ്? മാനുവൽ കോട്ട. 1503 മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത്. 1503 മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത്. കൊച്ചിയിലാണ്. പണി കഴിപ്പിച്ച പോർച്ചുഗീസുകാരനാണ് ആര്? അൽബുക്കർക്ക്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട അൽബുക്കർക്കാണ് പണി കഴിപ്പിക്കുന്നത്. 1503. ഓക്കെ, ഇനി യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? അത് ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇത്രയും സംഭാവനകൾ, ഈ സാധനങ്ങളെ പറ്റിയിട്ട് ഒരു LGS ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, SCRT ആയതുകൊണ്ട് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് മാനുവൽ കോട്ട തന്നെയാണ്. മാനുവൽ കോട്ട കൊച്ചിയിലാണ്. 1503 അൽബുക്കർക്കാണ് അതിന് പണി കഴിപ്പിക്കുന്നത്. പിന്നെ ഒരു യൂറോപ്യൻ കെട്ടിട നിർമ്മാണ ശൈലി ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പൊ താഴെ പറയുന്നതിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ എന്നെങ്ങാനും ചോദിച്ചാൽ കൊച്ചിയുണ്ട്, ഗോവയുണ്ട്, ദാമൻ ദിയുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഗോവ മാത്രമാണ് കൂടുതലായിട്ടും അവരുടെ കേന്ദ്രമായിട്ട് നിന്നത്. അവസാനം പോയ വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏത് സ്ഥലം നമ്മൾ ഇപ്പോഴും കണക്കാക്കുന്നത്? ഗോവ കണക്കാക്കുന്നത്. ശരി, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ നമ്മൾ പറഞ്ഞു, അത് എവിടെയാണെന്നും കൂടി പറയുന്നുണ്ട്. എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പണിതത് പോർച്ചുഗീസുകാരാണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ അതുവരെ ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് കൊച്ചിയിലാണ്. ഇനി ചാലിയം കോട്ട 1531 കോഴിക്കോട് പണിതത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരനാണ്. അപ്പൊ ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അത് 1531 പണി കഴിപ്പിക്കുന്നത്. ഈ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ അല്ലെ? കുഞ്ഞാലി മൂന്നാമൻ.
കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചാലിയങ്കോട്ട പിടിച്ചെടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയായി? കൊച്ചി, ഗോവ, ദാമന്തിയു എന്നീ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിക്കുന്നത് എവിടെയാണ്? അത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ്. ചാലിയങ്കോട്ട 1531 സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ പണിയുന്നത് കോഴിക്കോടാണ്. ചാലിയങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂര്, അതും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഏതാണ്? തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ട ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അതുകൂടാതെ മാനുവൽ കോട്ട അറിയപ്പെടുന്ന കുറച്ച് പേരുകളാണ് ഏതൊക്കെ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. അതും കൂടി ഉണ്ട്, കൊച്ചിൻ കോട്ട. ഇതെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ രാജാവാണ് അല്ലെ പോർച്ചുഗീസിലെ ഭരണാധികാരി ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് മാനുവൽ കോട്ട. 1503 അൽ ബുക്കർക്കാണ് പണി കഴിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ? ചാലിയങ്കോട്ട 1531 കോഴിക്കോട് പണിതു. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരിൽ പണിതതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇനി കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്ത ആ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഇനി മാനുവൽ കോട്ടയാണ് 1503 ആദ്യത്തെ കോട്ട. അത് പണിയുന്നത് ആരാണ്? അൽ ബുക്കർക്കാണ്. അത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഏതൊക്കെ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിന് തന്നെയാണ്? മാനുവൽ കോട്ട തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് SCERT ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. ഡച്ചുകാര് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് ആ ചാപ്റ്ററിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിപ്പോ 8ാം ക്ലാസ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ. ദെൻ 9ഉം 10ലും ഒക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറെ പാഠങ്ങൾ വരാം ചിലപ്പോൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്തതായി എത്തിയ അല്ലെ രണ്ടാമതെത്തിയ വിദേശ ശക്തികളായിട്ടുള്ള ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയാണ് ഇവർ വന്ന ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇതാണ് അവർ വന്ന ഒരു ഓർഡർ അല്ലെ. ഇനി ഇതിനെ അവർ പോയ ഓർഡർ ആണെങ്കിൽ ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇതാണ് അവർ പോയ ഒരു ഓർഡർ. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ആരെയെ പറ്റിയിട്ടാണ് പറയുന്നത്? രണ്ടാമത് നമ്മൾ പറയുന്നത് ഇതുമായി ഈ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വിലയിരുത്തുക. എന്താണ് ശരിയായ പ്രസ്താവന? വിലയിരുത്തുക. ചിൻസുര ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ചിൻസുര ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാളിലാണ്. ഏത്? ചിൻസുര എന്ന് പറയുന്നത്. അപ്പൊ ചിൻസുര യുദ്ധമൊക്കെ ഉണ്ട് ബംഗാളില്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധമാണ്. ഏത് സമയം? ഏകദേശം നമ്മുടെ പ്ലാസി യുദ്ധമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ, ഐ തിങ്ക് 1759 കാലഘട്ടത്തിലാണ് തോന്നുന്നു ചിൻസുര യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ പോകണ്ട. ചിൻസുര യുദ്ധം ഡച്ചുകാരുടെ ചിൻസുര ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ബംഗാളിലാണ് കേട്ടോ. ഇത് പോയിന്റ് ശരിയാണ്. എവിടെയാ? ചിൻസുര എവിടെയാണ്? ബംഗാളിലാണ്. ശരി. അത് കച്ചവട ആധിപത്യത്തിനായി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാര്. ശരിയാണ്. പോർച്ചുഗീസുകാര് കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് ഗോവയിലേക്ക് പോകാൻ തന്നെ കാരണം ഡച്ചുകാരുടെ ആക്രമണമാണ്. അല്ലെങ്കിൽ ഡച്ചുകാരും കേരളത്തിലെ എന്താ പറയാ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും എല്ലാവരും കൂട്ടാണ് പോർച്ചുഗീസുകാരനെ ആദ്യം തുരത്തുന്നത്. അപ്പൊ ഡച്ചുകാരുടെ ഒരു അധിനിവേശമാണ് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് പോവാൻ കാരണം. കച്ചവടാധിപത്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ആ പോയിന്റ് ശരിയാണ്. അടുത്തായി ഡച്ച് ആധിപത്യം നശിക്കാൻ കാരണമായത് കുളച്ചൽ യുദ്ധമാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ട് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഈ പറയുന്ന ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഏത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ ആ പതനം സംഭവിക്കുന്നത്. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തു. 1663 ശരിയാണ്. അപ്പൊ 1, 2, 3 വരെ ശരിയാണെന്ന് നമുക്ക് നോക്കിയാൽ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണെങ്കിൽ ഈ ഓപ്ഷൻ പോവും, ഈ ഓപ്ഷൻ പോവും. ഓക്കെ. ഇത് നമുക്ക് 2 എണ്ണത്തിലേക്ക് ചുരുക്കാൻ പറ്റും. 1663 പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തത് ഡച്ചുകാരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. അപ്പൊ അത് നമ്മൾ പഠിച്ചിരിക്കന്നെ വേണം. അപ്പൊ എന്താ ചെയ്യാം? കാണാപ്പാടം പഠിക്കാൻ വേണ്ടി വരും. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആരാണ്? ഈ പറയുന്ന ഡച്ചുകാരാണ്. 1, 2, 3, 4 ശരി. 1, 2, 3, 4 ശരി. എല്ലാ പോയിന്റും ശരിയാണ്. 1, 2, 3, 4 ശരി. എല്ലാ പോയിന്റും ശരിയാണ്.
ബാക്കി കാര്യങ്ങൾ നോക്കാം. ഡച്ചുകാര്, പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ, നമ്മൾ പറഞ്ഞു രണ്ടാമത് വന്ന ആൾക്കാരാണ്. ദെൻ ഹോളണ്ടിൽ നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു അവർ എവിടെ നിന്നുള്ള ആൾക്കാരാ? ഹോളണ്ടിൽ നിന്ന് അഥവാ നെതർലാൻഡിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കാണാപാഠം പഠിക്കണേ. നാഗപട്ടണം, ബറോച്ച്, ചിൻസുര, അഹമ്മദാബാദ്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. അപ്പൊ ചിൻസുര എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ കണ്ട പോയിന്റിൽ അല്ലേ? ചിൻസുര ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു. SCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അഹമ്മദാബാദ് വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ചിൻസുര ആയിരുന്നു, ബറോച്ച് ആയിരുന്നു, നാഗപട്ടണം ആയിരുന്നു. ശരി, ഇനി എന്താണ് പറയുന്നത്? കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ നാക്കുളുക്കും ചില സമയത്ത്. ഓക്കെ, കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഡച്ചുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ എന്ത് ചെയ്തിട്ടുണ്ട്? തുരത്തിയിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പോയിന്റിൽ കണ്ടതാണ് അല്ലെ? ആ ഡച്ച് ആധിപത്യം നശിക്കാൻ നോക്കി കച്ചവടാധിപത്യത്തിനെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ SCERT ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്നാണ് അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ SCERT നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കണം. അവിടുന്ന് വരാൻ സാധ്യതയുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ കച്ചവടാധിപത്യത്തിനായിട്ടുള്ള മത്സരത്തിൽ ഡച്ചുകാര് പോർച്ചുഗീസുകാരെ, വീണ്ടും തെറ്റാൻ സാധ്യതയിട്ട്, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഇനി കുളച്ചൽ യുദ്ധം എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് കുളച്ചൽ യുദ്ധം? കുളച്ചൽ യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞു. കുളച്ചൽ യുദ്ധമാണ് പ്രധാന കാരണം, ഡച്ചുകാരുടെ പതനത്തിന് കാരണം എന്ന് പറഞ്ഞു. 1741 ഓഗസ്റ്റ് 10 എന്നും കൂടി പറയണം. ഓഗസ്റ്റ് 10 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച്. അപ്പൊ കുളച്ചൽ ഇപ്പൊ എവിടെയല്ല? കേരളത്തിലല്ല. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഡച്ചുകാർക്ക് ആധിപത്യം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള പ്രധാന യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. ഡച്ചുകാർക്ക് ആധിപത്യം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. അപ്പൊ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തായി? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു. വളരെ മോശപ്പെട്ട ഒരു കാര്യമായി. യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടായി. ആലോചിച്ച് നോക്കൂ, 550 + 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ട് ആ സമയത്ത് ഇന്ത്യയിൽ. 600ഓളം നാട്ടുരാജ്യത്തില് ആദ്യമായിട്ട് ഒരു നാട്ടുരാജാവ് ഒരു വിദേശ ശക്തിയെ തോൽപ്പിക്കുന്ന സംഭവം. അതുകൊണ്ടാണ് അതിന് ഇത്രയധികം ചരിത്ര പ്രാധാന്യം. ആദ്യമായിട്ട് ഒരു നാട്ടുരാജാവ്, അതും ഇന്ത്യയുടെ ഏതോ ഭാഗത്ത് കിടക്കുന്ന ഒരു കേരളം, മീൻസ് തിരുവിതാംകൂർ, അവിടുത്തെ ഒരു രാജാവ് ഒരു വിദേശ ശക്തിയെ തോൽപ്പിച്ച യുദ്ധമായിരുന്നു ഏത്? ഈ കുളച്ചൽ യുദ്ധം. അതുകൊണ്ട് തന്നെ അതിനധികം അത്രയും പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ. അപ്പൊ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരെന്തുണ്ടാവുന്നത്? ഈ ഡച്ച് പതനത്തിന് പൂർണ്ണമായിട്ടും ഒരു കാരണമാകുന്നത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡച്ച് നാവികനായിട്ടുള്ള ക്യാപ്റ്റൻ ഡിലനോയിയെയാണ് അല്ലെ? ഡിലനോയ്, അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ. ഡച്ചുകാരുടെ നാവിക തലവനായിരുന്ന ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ അടിമയാക്കി തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായിട്ട് നിയമിക്കുകയും സൈന്യാധിപനായിട്ട് നിയമിക്കലും ഒക്കെ ഉണ്ടായി. അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ആണ്. ഇപ്പൊ ഡിലനോയുടെ സ്മാരകം ഉദയഗിരിക്കോട്ട, അത് കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഡിലനോയ്, കുളച്ചൽ യുദ്ധം, അതോടുകൂടിയിട്ട് ഡച്ചുകാരുടെ ഇന്ത്യയിലെ വലിയൊരു സ്വാധീനം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതിൽ മാർത്താണ്ഡവർമ്മയെ ബ്രിട്ടീഷുകാർ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതൊന്നും കൂടാതെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഒരു മാവേലിക്കര ഉടമ്പടിയും കൂടിയുണ്ട്. മാവേലിക്കര ഉടമ്പടി, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ മാവേലിക്കര ഉടമ്പടിയോട് കൂടിയിട്ടാണ് ഡച്ചുകാരുടെ സ്വാധീനം പരിപൂർണമായിട്ടും ഇന്ത്യയിൽ ഇല്ലാതെയാവുന്നത്. കാരണമായ യുദ്ധം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളച്ചൽ യുദ്ധമാണ്. പരിപൂർണമായിട്ടും ഇല്ലാതെയായത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാവേലിക്കര ഉടമ്പടിയോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ഭാഗം SCERT ആ ഒരു രണ്ട് പാരഗ്രാഫ് അല്ലെ, ചെറിയ 2 പാരഗ്രാഫാണ്. ആ 2 പാരഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാണ്, അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, 1604 കോഴിക്കോട് എത്തിയവരാണ് ഡച്ചുകാർ. 1604
അവരും എത്തിയത് എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കണം. അവർ വേറെ സ്ഥലത്തൊന്നല്ല ഇറങ്ങിയത്, അവർ എവിടെ തന്നെയാണ് ഇറങ്ങിയത്? കോഴിക്കോട് തന്നെയാണ്. ഓക്കെ. 1661 അഴീക്കോട് സന്ധി ഒപ്പുവെച്ചത് ഡച്ചുകാരാണ്. ശ്രദ്ധിക്കണേ, 1661 അഴീക്കോട് സന്ധി ആരുമായി ഏത് വിദേശ ശക്തികളുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സാമൂതിരി ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചതാണ്. ആരൊക്കെ? സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അഴീക്കോട് ഉടമ്പടി 1661. 1662 ഇവരെന്ത് ചെയ്തു? കൊടുങ്ങല്ലൂരിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കി. പോർച്ചുഗീസുകാർക്ക് പണി കിട്ടി തുടങ്ങി. പോർച്ചുഗീസുകാരെ പുറത്താക്കി. 1663 പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. ഏതാണ്? പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. എന്നുണ്ടായി? പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. അപ്പൊ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ്. 1663 പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് ഡച്ചുകാരാണ്. ശരി, 1660 ഇതവിടെ നിൽക്കട്ടെ. 1663 തന്നെ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കി. കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കി 62, 63 കേരളത്തിൽ നിന്ന് പുറത്താക്കി. 63 തന്നെ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുത്തു. സെന്റ് ആഞ്ചലോസ് കോട്ട 1505 അൽമേഡയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ്. ആ കോട്ട പിടിച്ചെടുത്തു. അപ്പൊ 62, 63 കാലഘട്ടത്തിൽ നടന്നത് എന്തൊക്കെയാണ്? 62 കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കി, 63 കേരളത്തിൽ നിന്ന് പുറത്താക്കി, 63 സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്തു. 1789 പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂറിന് കൈമാറി. പിടിച്ചെടുത്ത പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂറിന് കൈമാറി 1789 കാലഘട്ടത്തിൽ. ഓക്കെ. 1789 ചരിത്രത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവം 1789 അല്ലെ? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് 1789. ഇവിടെ വേറൊരു വിപ്ലവം നടന്നു. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂറിനെ കൈമാറി ഡച്ചുകാര്. പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുന്നത് 63 കൊടുങ്ങല്ലൂരിൽ നിന്ന് 62 പുറത്താക്കി, കേരളത്തിൽ നിന്ന് 63 പുറത്താക്കി. ഓക്കെ. കുളച്ചൽ യുദ്ധത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. 1741 ഓഗസ്റ്റ് 10 ഡേറ്റും കൂടി ഇട്ടെന്ന് മാത്രം. 1741 ഓഗസ്റ്റ് 10 ക്യാപ്റ്റൻ ഡിലനോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഓൾറെഡി പറഞ്ഞതാണ്. മാവേലിക്കര ഉടമ്പടിയും നമ്മൾ പറഞ്ഞതാണ്. മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു ഏത്? മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി കൂടിയാണ് മാവേലിക്കര ഉടമ്പടി. വർഷം നമ്മൾ പറഞ്ഞിരുന്നില്ല, 1753. ഓക്കെ. 1753 മാവേലിക്കര ഉടമ്പടി ഉണ്ടാകുന്നത്. അപ്പൊ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് 2 ഉടമ്പടികളാണ് കേരളത്തിൽ പഠിക്കാനുള്ളത്. ഒന്ന് മാവേലിക്കര ഉടമ്പടി, ഒന്ന് 1661 അഴീക്കോട് ഉടമ്പടി, അല്ലെങ്കിൽ അഴീക്കോട് സന്ധി സാമൂതിരിയുമായിട്ടും. ഇവിടെ മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് ഡച്ചുകാര് ഒപ്പുവെച്ചത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് ഓക്കെ അല്ലേ? ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ടൊക്കെ കേൾക്കണേ. ഓക്കെ. ഇനി ഹോർത്തൂസ് മലബാറിക്കസുമായി, മലബാറിക്കൂസ് തന്നെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്. ഹോർത്തൂസ് മലബാറിക്കൂസുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പൊ നമ്മൾ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇവിടെ പലപ്പോഴും അങ്ങനെ സംഭവം നമുക്ക് നടക്കാറില്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉത്തരമൊക്കെ കണ്ടുപിടിക്കും, പക്ഷെ എന്തുണ്ടാവും? ഉത്തരത്തിലേക്ക് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരി അല്ലാത്ത പ്രസ്താവന? നോക്കാം. ഗ്രീക്ക് ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയല്ല. എന്താണ്? ഗ്രീക്ക് ഭാഷയല്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്. ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ്. അത് ശരിയാണ്. ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് എന്ന് പറയുന്ന ഒരു ഫാദറാണ്. അതും ശരിയാണ്. ഓക്കെ. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അല്ല. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വള്ളത്തോൾ നാരായണ മേനോനല്ല. അപ്പൊ എന്തുണ്ടായി? 2, 3 ശരി. ഓക്കെ. 2, 3 ശരി. ഓടി ചെന്നിട്ട് 2, 3 എഴുതി. അപ്പൊ മാർക്കാ പോയി കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കണത് എന്താ? തെറ്റായതാ പറഞ്ഞിരിക്കണത്. അതിന്റെ അർത്ഥം 1, 4 തെറ്റ്. 1, 4 തെറ്റ്. 1, 4 തെറ്റ്. ഉത്തരം സി ആണ്. അപ്പൊ ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റുന്ന ആൾക്കാരുണ്ടാവാറില്ലേ? അപ്പൊ അവരോട് കൂടിയിട്ടാണ് പറയണത്. ശരിയല്ലാത്ത എന്ന് പറഞ്ഞ ഉടനെ തന്നെ മനസ്സിൽ തെറ്റ് 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 തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ്? 2, 3 ശരിയാണ്, 1, 4 തെറ്റ്. 1, 4 മാത്രം. ഇവിടെ കണ്ടോ? ഇവിടെ തെറ്റെന്നല്ല, മാത്രം എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ തെറ്റാൻ സാധ്യതയാണ്. അപ്പൊ 1, 4 മാത്രമാണ് എന്ത്? തെറ്റ്.
എന്താണ് ശരിയായ പോയിന്റ് പഠിക്കേണ്ടത്? മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ്, അത് ശരിയാണ്. ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആണ്, അതും ശരിയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ SCERT ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നേരത്തെ കണ്ട ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇങ്ങനെയാണ് വാൻ റീഡ് അല്ലെ, വാൻ റീഡ് ആണ് അതെന്തുണ്ടാവുന്നത്, മലബാർക്കസിന്റെ ആ ഒരു എഴുതുന്ന ആള്. ആധുനിക വ്യാഖ്യാന സാഹിതം, ആധുനിക സസ്യശാസ്ത്ര വ്യാഖ്യാന സഹിതം KS മണിലാല്. ആരാണ്? KS മണിലാല്. അപ്പൊ ആ പേര് നമുക്ക് പഠിക്കണം, വാൻ റീഡ് ഹോർത്തൂസ് മലബാർക്കസ്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഹോർത്തൂസ് മലബാർക്കസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. അപ്പൊ ഇത് ആരുടെയാണ്? ഡച്ചുകാരുടെയാണ്. കേരളത്തിലെ 742 പോയോ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് എന്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഹോർത്തൂസ് മലബാർക്കസിൽ. അപ്പൊ അതിന്റെ നമ്പർ നമുക്ക് 742 742 ഔഷധ സസ്യങ്ങൾ ഡച്ചുകാര് ഹോർത്തൂസ് മലബാർക്കസ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചത്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന ഒരു മലയാളി വൈദ്യനാണ്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഓക്കെ, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്, 3 ഭട്ട് അവരും ഇതിൽ പങ്കാളികളായി. അപ്പൊ ശ്രദ്ധിച്ച് എന്താണ് പറഞ്ഞത്? ഇട്ടി അച്യുതൻ 1, രംഗഭട്ട്, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് 3 പേരാണ് ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാര്. പിന്നെ ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞൊരു വൈദ്യരും ഉണ്ടായിരുന്നു. 742 ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ആ പോയിന്റ് ശരിയായി. ഹോർത്തൂസ് മലബാർക്കസിലാണ് ആദ്യമായിട്ട് മലയാള അക്ഷരങ്ങൾ പതിയുന്നത്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷയിലേക്ക് ആ കൃതി വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. നമ്മൾ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വള്ളത്തോളല്ല. ആരാണ്? ഇംഗ്ലീഷിലേക്കാണെങ്കിലും മലയാളത്തിലേക്കാണെങ്കിലും തർജ്ജമ ചെയ്തത് ആരാണ്? KS മണിലാലാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും അത് തർജ്ജമ ചെയ്തത് ആരാണ്? KS മണിലാലാണ്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഡച്ച് ഹോർത്തൂസ് മലബാർക്കസ് 742 ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. അതുപോലെ തന്നെ മലയാളം ആദ്യമായിട്ട് അച്ചടിച്ചു, ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് S മണിലാലാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നു? ലാറ്റിൻ ഭാഷയിലാണ് അല്ലെ, ലാറ്റിൻ ഭാഷയാണ്. കേരള ആരാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അപ്പൊ കേരള ആരാമം സസ്യങ്ങളാണല്ലോ. അപ്പൊ കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഈ പുസ്തകം തന്നെയാണ്. പ്രതിപാദിക്കുന്ന ആദ്യത്തെ വൃക്ഷം തെങ്ങും അവസാനത്തെ വൃക്ഷം ആലുമാണ്. എങ്ങനെയാണ് പ്രതിപാദിക്കുന്ന ആദ്യത്തെ വൃക്ഷം? എത്ര വൃക്ഷങ്ങൾ ഉണ്ടെന്ന് നമ്മൾ 742 സസ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം കൂടിയിട്ട് അതിൽ ആദ്യം പറയുന്നത് തെങ്ങിനെ കുറിച്ചും അവസാനം പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? ആലിനെ കുറിച്ചാണ്. ഇനി SCERT പുസ്തകത്തിൽ ചെറിയൊരു കട്ടിങ്സ് ആരെ പറ്റിയിട്ട് പറയുന്നുണ്ട്? ഇട്ടി അച്യുതനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആരെ പറ്റിയിട്ടാണ്? ഇട്ടി അച്യുതനെ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇത്രേ പറയുന്നുള്ളൂ. പക്ഷെ ചോദ്യം ഇങ്ങനെയായിരിക്കാം, താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് ഇട്ടി അച്യുതൻ ജനിച്ചത്? അല്ലെങ്കിൽ ഇട്ടി അച്യുതന്റെ ജന്മദേശം എവിടെയാണ്? ആലപ്പുഴ, ചേർത്തല, കടക്കരപ്പള്ളി. ഓക്കെ, കടക്കരപ്പള്ളി, ആലപ്പുഴ, ചേർത്തല, കടക്കരപ്പള്ളി. തെറ്റില്ലല്ലോ, നോക്കിയതാണ്. ആലപ്പുഴ, ചേർത്തല, കടക്കരപ്പള്ളി, ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇട്ടി അച്യുതനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 6ാമത്തെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട്. എങ്ങനെയാണ്? ഫ്രഞ്ച് വിപ്ലവമാണോ? എന്താ പറയണല്ലേ? ഫ്രഞ്ച് അധിനിവേശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പൊ എന്താ പറഞ്ഞത്? ശരിയായ പ്രസ്താവനയാണ് കേട്ടോ, ശരിയായ പ്രസ്താവനയാണ്, കുഴപ്പമില്ല. ചോദ്യം, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ വ്യാപാര കേന്ദ്രം സൂറത്തിൽ ആരംഭിച്ചു. ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ ആരംഭിച്ചു സൂറത്തിലാണ്. ബ്രിട്ടീഷുകാർ ആദ്യത്തെ ഫാക്ടറി സൂറത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ചുകാരുടെ അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്താണ്? ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെ തന്നെയായിരുന്നു? സൂറത്തിൽ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു മാഹി. ശരിയാണ് അല്ലെ? അല്ല, എന്താണ്? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പോണ്ടിച്ചേരിയാണ്. ഓക്കെ, മാഹി അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. കേരളത്തിലെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, മാഹിയാണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരിയാണ്. അപ്പൊ 2 തെറ്റാണ്. 2 തെറ്റാണെങ്കിൽ ഇത് പോയി, ഇവിടെ തന്നെ ഉത്തരം കിട്ടി. 2 തെറ്റാണ്.
2 തെറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ 3 പോവും. അപ്പൊ ഉത്തരം വരുന്നത് 1, 3 ശരിയാണ്. ബാക്കി നോക്കാം. ഇന്ത്യയിൽ കച്ചവട ആധിപത്യത്തിനായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോയിന്റ് ശരിയാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1 ശരിയാണ്, 3 ശരിയാണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം അല്ല. സംഗതി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കർണാട്ടിക് യുദ്ധങ്ങളല്ല പ്രധാനമായിട്ടും ഫ്രഞ്ച് പതനത്തിന് കാരണം. അത് ഏത് യുദ്ധം നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. മാഹി അല്ല, പകരം നമ്മൾ പോണ്ടിച്ചേരിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കർണാട്ടിക് യുദ്ധമല്ല കാരണം. അപ്പൊ 1, 3 ശരിയാണ്. നോക്കാം. ഫ്രഞ്ചുകാർ, ഇതും SCERT ആ ഒരു ഭാഗം, ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കാട്ടെ നമുക്ക്. ഫ്രഞ്ചുകാർ, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഏതാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഈ പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങാൻ കാരണമാണ് ഏത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, കർണാട്ടിക് യുദ്ധങ്ങളാണ്. അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ടാണ് ഇവർ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. കർണാട്ടിക് യുദ്ധങ്ങൾ. അടിഭാഗം കാണാനുണ്ടോ? അടിഭാഗം കാണാൻ. ശരി. എന്താണ് 1-ാം കർണാട്ടിക് യുദ്ധം? ജസ്റ്റ് ഒന്ന് പറയണതാണ് കേട്ടാ. ഈ ഭാഗത്തുനിന്ന് ചിലപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1-ാം കർണാട്ടിക് യുദ്ധം വരുന്നത് 1746 മുതൽ 48 വരെയാണ്. അത് അവസാനിച്ച ഉടമ്പടിയാണ് എക്സ്ലാ-ഷാപ്പേൽ 48. എക്സ്ലാ-ഷാപ്പേൽ. 2-ാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 54 വരെയാണ് നടക്കുന്നത്. 2-ാം കർണാട്ടിക് യുദ്ധം അത് നടക്കുന്നത് അവസാനിച്ചത് പോണ്ടിച്ചേരി സന്ധിയോട് കൂടിയിട്ടാണ്. 2-ാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് പോണ്ടിച്ചേരി സന്ധിയോട് കൂടിയിട്ടാണ്. 3-ാം കർണാട്ടിക് യുദ്ധം ആരംഭിക്കുന്നത് 58 മുതൽ 63 വരെയാണ്. അത് അവസാനിക്കാൻ കാരണമായതാണ് പാരീസ് ഉടമ്പടി. ഓക്കെ, എക്സ്ലാ-ഷാപ്പേൽ എന്ന് പറയുന്ന ഒരു ഉടമ്പടി. 2-ാം കർണാട്ടിക് യുദ്ധമാണെങ്കിൽ പോണ്ടിച്ചേരി ഉടമ്പടി, 3-ാമത്തെ ആണെങ്കിൽ പാരീസ് ഉടമ്പടി. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. 3 എന്താ പറയാ കർണാട്ടിക് യുദ്ധങ്ങളാണ്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. കുറെ വെള്ളിയൊക്കെ വീഴും. ഒന്ന് സഹിക്കണേ, ഒന്ന് ക്ഷമിക്കണേ എന്നൊക്കെ പറയില്ലേ? കുറെ പറയുമ്പോഴേ ചെറിയ വെള്ളിയൊക്കെ വീഴും. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ വീണ്ടും അത് റെഡിയാക്കി പറയും, പേടിക്കണ്ട. 3-ാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത് പാരീസ് ഉടമ്പടി, അവസാനിക്കുന്നത് പാരീസ് ഉടമ്പടി പ്രകാരമാണ്. പിന്നെ SCERT പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രകാരം എന്താണ് പറയുന്നത്? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. അല്ലെ, നീല കളർ കൊടുത്തു. നീല നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കും ഞാൻ. അഹമ്മദാബാദ്, ചിൻസുര, എവിടെ നാഗപട്ടണം, ബറോച്ച്. ഇത് 4 എന്തായിരുന്നു? ഇത് 4 ഡച്ച് കോളനികളായിരുന്നു. ഡച്ച് അല്ലെ. അഹമ്മദാബാദ് ഗുജറാത്തില്, ബറോച്ച് ഗുജറാത്തില്, ചിൻസുര ബംഗാളില്, നാഗപട്ടണം തമിഴ്നാട്ടില്. ഈ 4 പ്രദേശങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പോർച്ചുഗീസുമായി ഡച്ചുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പോർച്ചുഗീസിന്റെ ചുവപ്പാണ് ദിയു, ദാമൻ, ഗോവ, കൊച്ചി. ദിയു, ദാമൻ, ഗോവ, കൊച്ചി. അപ്പൊ എവിടെയൊക്കെയാണ്? ആ പ്രദേശത്ത് ഗോവയിലാണ്, കേരളത്തിലാണ്. ഇനി ഫ്രഞ്ചുകാരുടെയാണ് പച്ച കാണിച്ചിരിക്കുന്നത്. യാനം, പോണ്ടിച്ചേരി, കാരക്കല്, മാഹി. ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പോൾ ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്നാണ് നമ്മൾ ആ ഒരു ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ SCERT പുസ്തകം വായിക്കണമല്ലോ. ഈ ക്ലാസ് കേൾക്കുന്നതിന്റെ ഒപ്പം ആ പുസ്തകം ഒന്ന് വായിക്കണമല്ലോ. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. ഇനി കർണാട്ടിക് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു ഭാഗം അതിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. ഓക്കെ, ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് കർണാട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്ന സംസ്ഥാനം ചോദിച്ചിട്ട് കർണാടക എന്ന് കൊടുത്താൽ എഴുതരുത്. എന്തുണ്ടാവും?
എഴുതരുത്. കർണാട്ടിക് മേഖല എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ മേഖലയും കൂടി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് കർണാട്ടിക് മേഖല എന്ന് പറയുന്നത്. കർണാടക അല്ല. അപ്പൊ അവിടെയാണ് കൂടുതലായിട്ട് എന്ത് നടന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ. പ്രധാനമായിട്ട് യുദ്ധകേന്ദ്രം എന്ന് പറയുന്നത് കർണാട്ടിക് യുദ്ധം നടന്ന പ്രദേശം തമിഴ്നാട് ആന്ധ്ര ബോർഡർ ആണ്. ഓക്കെ, കർണാടക അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചിത്രം കണ്ടു, മനോഹരമായിട്ടുള്ള ചിത്രം കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനൊരു ഏരിയ, 3 ഉടമ്പടികള്, അതുപോലെ തന്നെ 3 കർണാട്ടിക് യുദ്ധങ്ങൾ. ഇനി ഫ്രഞ്ചുകാരുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിന്നു അല്ലെ? നമ്മൾ നേരത്തെ ഞാനും നിങ്ങളും തമ്മിൽ എന്തായിരുന്നു? ഫ്രഞ്ച് ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്, എന്തല്ല കേരളല്ല. കേരളത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലാണ് ഫ്രഞ്ചുകാർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ആസ്ഥാനം അല്ലെ ചോദിച്ചാലാണ് ഇത് മാഹി പറയുക. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണം കർണാട്ടിക് യുദ്ധങ്ങളാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നത്. അതല്ലാന്ന് ഞാൻ അപ്പൊ പറഞ്ഞു. പകരം എന്താണ്? 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമാകുന്നത്. വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത് ആര് തമ്മിൽ തന്നെയാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ തന്നെയാണ്. അപ്പൊ വാണ്ടിവാഷ് യുദ്ധം നടന്നതും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. എവിടെ? തമിഴ്നാട്ടില്. വന്തവാശി എന്നാണ് വാണ്ടിവാഷ്. അത് ഇംഗ്ലീഷുകാർ പറയുമ്പോ വാണ്ടിവാഷ് എന്നാവും. ഇതെന്താണ്? വന്തവാശി എന്നാണ് സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഫ്രഞ്ച്, ഇത് എളുപ്പമാണ് പക്ഷെ തെറ്റും. എന്താണ്? ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം മാഹി അല്ല, പോണ്ടിച്ചേരി ഓപ്ഷനിലുണ്ടെങ്കിൽ പോണ്ടിച്ചേരി എഴുതണം. മാഹി മാത്രമേ ഉള്ളൂ എങ്കിൽ മാഹി എഴുതാമെങ്കിലും മാഹിയും പോണ്ടിച്ചേരി ഒരുമിച്ച് വരികയാണെങ്കിൽ ഉത്തരം എഴുതേണ്ടത് പോണ്ടിച്ചേരിയാണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായത് വാണ്ടിവാഷ് യുദ്ധം ഇല്ലാതെ കർണാട്ടിക് യുദ്ധങ്ങളാണെങ്കിൽ നമുക്കത് എഴുതാം. അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധമാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. വാണ്ടിവാഷ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കർണാട്ടിക് യുദ്ധങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. കർണാട്ടിക് യുദ്ധം എവിടെയല്ല? കർണാട്ടിക് യുദ്ധം എന്തല്ല? കർണാട്ടിക് യുദ്ധം കർണാടകയിൽ നടന്നതല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ലണ്ടനിൽ രൂപീകരിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 എവിടെ സ്ഥാപിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിലാണ് ആരംഭിച്ചത്. ശരിയാണ്. സൂറത്തിൽ ഫാക്ടറി തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് അക്ബറാണ്. ആ പോയിന്റ് തെറ്റുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അക്ബറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അല്ലെ? അതിലെന്താണ് പറയുന്നത്? അതില് എന്തല്ല ഈ പറയുന്ന അക്ബർ അല്ല അതിന് അനുമതി കൊടുത്തില്ല. അക്ബറുടെ കാലത്ത് അവര് ഇംഗ്ലീഷുകാര് ഇന്ത്യ സന്ദർശിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തല്ല, അനുമതി കൊടുത്തിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ 2 ശരി എന്നുള്ളത് നമുക്ക് മാറ്റേണ്ടി വരും. ഇത് ശരി എന്നുള്ളത് മാറ്റേണ്ടി വരും. ഓക്കെ, ഇനി 1767 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. 1767 പ്ലാസി യുദ്ധമാണ് അതിന്റെ കാരണം നമുക്കറിയാം. പക്ഷെ വർഷം തെറ്റുണ്ട്. അപ്പൊ ഈ പോയിന്റ് തെറ്റാണ്. 1767 അല്ല, 1757 എന്ത് നടക്കുന്നത്? പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് തെറ്റാണ്. ഇനി പ്ലാസി യുദ്ധം നയിച്ച ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു റോബർട്ട് ക്ലൈവ്. അത് ശരിയാണ്. അപ്പൊ ഉത്തരം വരുന്നത് എന്താണ്? 1, 4 ശരി. എന്താണ്? 1, 4 ശരി എന്നുള്ള പോയിന്റ് ആണ് അവിടെ വരിക. 1, 4 ശരി. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കണത്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, അങ്ങനെയാണ് അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിന്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തുവല്ലോ. ഓക്കെ, ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട താവളം മീൻസ് ഫാക്ടറി സ്ഥാപിച്ചു. ആരാണ്? ജഹാംഗീർ. നമ്മൾ പറഞ്ഞ എന്താ? അക്ബറുടെ കാലത്ത് നിന്നാണ്. പക്ഷെ ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുമതി മേടിക്കുന്നത് എവിടെ നിന്നാണ്? ജഹാംഗീറിൽ നിന്നാണ്. ഓക്കെ, ഇനി എന്ത് പറഞ്ഞു? തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ് അഥവാ ചെന്നൈ, ബോംബെ അതായത് മുംബൈ ഇപ്പോഴത്തെ, കൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിൽ ഭരണം ഇടപെടാൻ തുടങ്ങി അല്ലെ? ബോംബെ എന്ന് പറയുന്ന പ്രദേശം, ബംഗാളിലെ കൊൽക്കത്ത എന്ന് പറയുന്ന പ്രദേശം, ഇങ്ങനെ പറയുന്ന ഒരു ട്രയാങ്കിള്, ആ രീതിയിലുള്ള ഭരണം അവിടെ എന്താ പറയുക, ഭരണത്തിലും കൂടി ഇടപെട്ടുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് അനുമതി കിട്ടുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ട്? ഈ പറയുന്ന
ഫാക്ടറി പണിയാൻ ആരാണ് വരുന്നത്? വില്യം ഹോക്കിങ്സ് ആണ് കേട്ടോ. വില്യം ഹോക്കിംഗ്, ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം. ഇവിടെ നോക്കേണ്ടത് 1600, അതുപോലെ തന്നെ വില്യം ഹോക്കിങ്സ്, ജഹാംഗീർ, സൂറത്തിൽ ആദ്യത്തെ, ഗുജറാത്തിലെ സൂറത്തിൽ ആദ്യത്തെ കച്ചവടത്താളം. സൂറത്തിൽ എന്താ അറിയപ്പെടുന്നത്? നമ്മൾ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നതാണല്ലേ സൂറത്ത്. അപ്പൊ അവിടെ, പിന്നെ മദ്രാസ്, ബോംബെ, കൊൽക്കത്ത പോലെയുള്ള ആ ഒരു പ്രദേശം. ഓക്കെ. ഇനി അക്ബറുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഓക്കെ. അപ്പൊ അക്ബറുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ജോൺ കമ്പനി. അത് നമുക്കൊന്ന് പറയണം. കമ്പനി സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു? അക്ബർ ആയിരുന്നു. കച്ചവടത്തിന് അനുമതി നൽകുന്നത് ജഹാംഗീർ ആയിരുന്നു. ഏത് കമ്പനി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു? അത് അക്ബർ തന്നെയായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ സൂറത്തിലെ ഫാക്ടറി പണിയാനും കച്ചവടത്തിനുള്ള അനുമതി കൊടുക്കുന്ന സമയത്തും ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗം കൂടി ഒന്ന് നോക്കിയിരിക്കണം. അടുത്ത പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെറിയ തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസി യുദ്ധം 1757 നമ്മൾ 67 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത് അല്ലെ? ബംഗാളുമായി ബന്ധപ്പെട്ട് പ്ലാസി യുദ്ധം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് അടിത്തറയിട്ടത് ബംഗാളാണ്. ഓക്കെ. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ഏതാണ്? ബംഗാളാണ്. നമുക്കറിയാം ഈ ബ്രിട്ടീഷുകാരെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്ത സ്ഥലം ബംഗാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബംഗാളിൽ നിന്നാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് അധികാരം കൈയടക്കിയത് ബംഗാളിലാണ്. ഏറ്റവും ആദ്യത്തെ വിപ്ലവ സംഘടനയായിട്ടുള്ള അനുശീലൻ സമിതി പോലെയുള്ള സംഘടനകൾ ഉത്ഭവിക്കുന്നത് ബംഗാളിൽ നിന്നാണ്. ആദ്യത്തെ നമ്മുടെ ദേശീയ ഒരു പത്രം അല്ലെ, അതേ ദേശീയ ഭാഷയിൽ ഉണ്ടാക്കിയ ഒരു പത്രം, സംവാദ് കൗമുദി, ബംഗാളി ഭാഷയിലെ പത്രം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഇന്ത്യയുടെ ശരിക്കൊരു കേന്ദ്രമായിരുന്നു ഇത് ബംഗാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ടത് ബംഗാളിലാണെന്ന് പറയുന്നു. ബംഗാളിലെ നവാബായിരുന്നു ആര്? സിറാജ് ഉദ് ദൗള. ആരാണ്? സിറാജ് ഉദ് ദൗള. അലിനഗർ സന്ധി എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് 1757. സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ഏത്? അലിഗഡ് സന്ധി. അതിന് കാരണം 1756 ബംഗാളിൽ നിന്ന് സിറാജ് ഉദ് ദൗളയുടെ സൈന്യം എന്ത് ചെയ്തു? ഈ പറയുന്ന ബംഗാള് പിടിച്ചെടുത്തു. എവിടെ നിന്ന്? ഈ പറയുന്ന റോബർട്ട് മീൻസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ സ്ഥലം കുറച്ച് കാലത്തേക്ക് സിറാജ് ഉദ് ദൗള പിടിച്ചെടുക്കലുണ്ടായി. ആ സമയത്ത് സിറാജ് ഉദ് ദൗളയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ഇംഗ്ലീഷുകാരനെ, സൈനികരേനെ ഒരു മുറിയിലടച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ഇരുട്ടറ ദുരന്തം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ഇരുട്ടറ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം വീണ്ടും ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയിൽ നിന്ന് കൊൽക്കത്ത തിരിച്ചു പിടിച്ചു. ആ സമയത്ത് ഒപ്പുവെച്ച ഒരു ഉടമ്പടി കൂടിയാണ് ഏത്? അലിനഗർ ഉടമ്പടി അല്ലെങ്കിൽ അലിനഗർ സന്ധി. അപ്പൊ സിറാജ് ഉദ് ദൗളയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു അത്തരം എന്താ പറയാ സൈനികരെ വധിച്ചൊരു സംഭവമാണ് ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട കേസാണത്. ആ സമയത്താണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് താൽക്കാലികമായിട്ട് സിറാജ് ഉദ് ദൗള ആ ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നത്, കൊൽക്കത്ത പിടിച്ചെടുക്കുന്നത്. വീണ്ടും തിരിച്ച് ബ്രിട്ടീഷുകാർ തന്നെ അത് പിടിച്ചെടുക്കലുണ്ടായി. ആ സമയത്ത് ഒപ്പുവെച്ച റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് അലിനഗർ സന്ധി എന്ന് പറയുന്നത്. ഇനി റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർജാഫർ ആണ്. ആരാണ്? മിർജാഫർ. മിർജാഫർ ആരായിരുന്നു? മിർജാഫർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറാജ് ഉദ് ദൗളയുടെ സൈനികനായിരുന്നു. ആര്? സൈനിക തലവനായിരുന്നു ആര്? മിർജാഫർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ മിർജാഫറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒറ്റുകാരനാവുകയും റോബർട്ട് ക്ലൈവുമായി ചേർന്നിട്ട് ആ യുദ്ധത്തിലെ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി മിർജാഫറിന് ശേഷം ബംഗാളിലെ നവാബായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? മിർ കാസിം. മിർജാഫറിന്റെ പുത്രിയുടെ ഭർത്താവാണ് ആര്? മിർ കാസിം. അപ്പൊ ഈ രണ്ട് പേരുകൾ നമ്മൾ പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് വേറെ ഭാഗത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. ഇനി പ്ലാസി എവിടെയാണ് നിലനിൽക്കുന്നത്? പലാസി എന്നൊക്കെ പറയും. പ്ലാസി പശ്ചിമ ബംഗാളിലുള്ള സ്ഥലമാണ് ഇത്.
പ്ലാസി എന്ന് പറയുന്നത്. ഇനി ബക്സാർ യുദ്ധമുണ്ട്. ഇതുപോലെ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യുദ്ധമാണ് ഇത് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം 1764 നടക്കുന്നത്. ബക്സാർ എവിടെയാണ്? ബീഹാറിലാണ്. കുഴപ്പമില്ല, ബീഹാർ ബക്സാർ, ഇങ്ങനെ ബീഹാർ ബക്സാർ. അപ്പൊ ബക്സാർ യുദ്ധം 1764 പ്ലാസി യുദ്ധം 1757 നടക്കുന്നത്. ഇനി ബക്സാർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് ഏത്? അലഹബാദ് ഉടമ്പടി 65. 1765 അലഹബാദ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബക്സാർ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഈ അലിനഗർ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല, പ്ലാസി യുദ്ധത്തിന് മുമ്പ് നടക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏത്? ഈ പറയുന്ന അലഹബാദ് ഉടമ്പടി. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, മീൻസ് പോയിന്റുകളാണ്. എന്താണ് ഒന്നുകൂടി പറയാം? പ്ലാസി യുദ്ധം 1757 നടക്കുന്നു. രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട പ്രദേശമാണ് ഏത്? ബംഗാൾ എന്ന് പറയുന്നത്. സിറാജുദ് ദൗള ഒപ്പുവെച്ച ഉടമ്പടിയാണ് അലിനഗർ ഉടമ്പടി. ആരുമായി ചേർന്നിട്ട്? റോബർട്ട് ക്ലൈവുമായി ചേർന്നിട്ട്. ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. റോബർട്ട് ക്ലൈവ് അല്ല, സിറാജുദ് ദൗളയുമായി ബന്ധപ്പെട്ടതാണ്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർജാഫർ ആണ്. മിർജാഫറിന് ശേഷമാണെങ്കിൽ മിർകാസിമാണ്. ബക്സാർ യുദ്ധം നടക്കുന്നത് 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം അത് അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏത്? അലഹബാദ് സന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പൊ ഈ ഒരു പാർട്ടായിട്ട്, 2 പാർട്ടായിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റിയ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഡീറ്റെയിൽ നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഒരു SCRT ജസ്റ്റ് വായിച്ചു പോയാൽ പറ്റില്ലല്ലോ, ഒരുപാട് അതിന്റെ ഡീറ്റെയിൽ പറയുന്നതിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCRTയിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗമാണ് നമ്മളിവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞത്. പാർട്ട് 1 ആണ്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പാർട്ട് 2 കാണും. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഈ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് ഫാൽക്കൺ PSCയുടെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഓക്കെ, ഡിഗ്രി പ്രിലിംസ് വരാൻ പോകുന്ന പരീക്ഷകൾ ഏതാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഏറ്റവും അടുത്ത് തന്നെ വരാൻ പോകുന്ന പരീക്ഷകളായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നതിൽ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനിരിക്കുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്ത് അവസാനിച്ചു. നമുക്കറിയാം 39,300 മുതൽ 83,000 വരെ ശമ്പളം നേടാവുന്ന തരത്തിലുള്ള വളരെയധികം പ്രാധാന്യമുള്ള ഒരു എക്സാം കൂടിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് അത്യധികം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞൊരു ബാച്ച് നമുക്ക് ഉണ്ട്. കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന ഒരു ബാച്ച് ഫാൽക്കൺ PSC ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500+ മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, 500+ മണിക്കൂർ ക്ലാസ്, അതും സിലബസ് വൈസ് ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് വൈസ് സിലബസ് വൈസ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് 1 ഇയർ വാലിഡിറ്റി ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. 1 ഇയർ വാലിഡിറ്റി ആണ് ആ ഒരു കോഴ്സിന് ഉള്ളത്. അത്രയൊന്നും വേണ്ടി വരില്ല, അതിനായിട്ട് മുമ്പ് തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് വലിയൊരു അവസരമാണ്. 1 ഇയർ വാലിഡിറ്റിയിൽ ഈ ഒരു ചെറിയ പ്രൈസിന് ഇത്രയും വലിയൊരു കോഴ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓഫർ പ്രൈസിന് ഇപ്പൊ അത് ലഭിക്കുന്നത് 999 രൂപയ്ക്കാണ് ഇപ്പോൾ ആ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഡിഗ്രി പ്രിലിംസ് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പിടിച്ചെടുക്കണം. കൂടാതെ തന്നെ ഇനി പരീക്ഷ എഴുതിയിട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെയും നമുക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഫാൽക്കൺ PSCയുടെ ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് ഓക്കെ, ടെസ്റ്റ് സീരീസിൽ നമുക്ക് വരുന്നത് 1500+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിലേക്കായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ 199 രൂപയ്ക്കാണ് ഇപ്പൊ നിലവില് ആ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആപ്പില് നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഈ 2 കോഴ്സുകൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ബാക്കി യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക, അത് കാണുക. SCRT ഭാഗത്തു നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിച്ചെടുക്കുക. വരുന്ന പരീക്ഷ എല്ലാവർക്കും നല്ലൊരു പരീക്ഷയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രിലിംസ് കടന്നിട്ട് മെയിൻസ് കടന്ന് ഈ വരുന്ന വലിയൊരു അവസരം പ്രയോജനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിന്റെ ചെറുത്തുനിൽപ്പും അധിനിവേശവും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചത്. അടുത്തൊരു പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.